بسم الله الرحمن الرحيم. فلما أتاها نودي يا موسى إني أنا ربك فاخلع نعليك إنك بالوادي المقدس طوى وأنا اخترتك فاستمع لما يوحى إنني أنا الله لا إله إلا أنا فاعبدني وأقم الصلاة لذكري إن الساعة آتية أكاد أخفيها لتجزى كل نفس بما تسعى فلا يصدنك عنها من لا يؤمن بها واتبع هواه فتردى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 990 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ത്വാഹയിലെ 11 മുതൽ 16 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മാ അതാഹാ നൂദിയ യാ മൂസാ ഇന്നി അന റബ്ബുക ഫഖ്ലഅ അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ وأنا اخترتك فاستمع لما يوحى إنني أنا الله لا إله إلا أنا فاعبدني وأقم الصلاة لذكري إن الساعة آتية أكاد أخفيها لتجزى كل نفس بما تسعى فلا يصدنك عنها من لا يؤمن بها واتبع هواه فتردى. صدق الله العلي العظيم. സൂറത്ത് ത്വാഹയിലെ 11 മുതൽ 16 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മൾ വായിച്ച 2 ആയത്തുകൾ മുതൽ മൂസ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. മൂസ അലൈഹിസ്സലാം മദീനയിലെ പ്രവാസം അവസാനിപ്പിച്ച് കുടുംബസമേതം ഈജിപ്തിലേക്ക് മടങ്ങുന്ന വഴിക്ക് സിനായ് മരുഭൂമിയിൽ തൂർ സൈന പർവ്വതത്തിന്റെ പരിസരത്തായുള്ള ആ പ്രദേശത്തു കൂടി കടന്നു പോകുന്ന ഘട്ടത്തിലാണ് ഒരു ദിവസം സന്ധ്യാനേരത്ത് അല്ലെങ്കിൽ രാത്രി ഇരുട്ടിയ നേരത്ത് അകലെ ഒരിടത്ത് തീ കത്തുന്നത് കാണുകയുണ്ടായത്. ആരോ തീയിട്ടിരിക്കുകയാണ്. ഒന്നുകിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ചൂട് കായുന്നതിന്, തീ കായുന്നതിന്, അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ അകറ്റി നിർത്താനൊക്കെ വേണ്ടി ഏതോ ആവശ്യത്തിന് വേണ്ടി ആരോ തീ കത്തിക്കുന്നതായിട്ടാണ് മൂസ അലൈഹി ഇസ്ലാമിന് അനുഭവപ്പെട്ടത്. അദ്ദേഹം കുടുംബത്തോട് അല്പനേരം കാത്തു നിൽക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് താൻ പോയി ഒരു തീക്കൊള്ളി സംഘടിപ്പിച്ചു വരാം, അതല്ലെങ്കിൽ തീ കത്തുന്ന ആ പരിസരത്തുള്ള ആളുകളിൽ നിന്നായി തനിക്ക് ആവശ്യമായ റൂട്ടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വരാം, എങ്ങനെ യാത്ര തുടരണം എന്ന കാര്യം
ആളുകളിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി വരാം എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തെ അവിടെ നിർത്തിക്കൊണ്ട് പോവുകയാണ്. അതിനെ തുടർന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ വായിച്ചു വച്ചിരിക്കുന്ന ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. ഫലമ്മ അതാഹ, അങ്ങനെ ആ തീ കണ്ട ആ സ്ഥലത്തേക്ക് അദ്ദേഹം എത്തിയപ്പോൾ നൂദിയ മൂസ, അവിടെ നൂദിയ ഒരു വിളി കേൾക്കുകയുണ്ടായി. അദ്ദേഹം വിളിക്കപ്പെട്ടു. വിളി തുടങ്ങുന്നത് യാ മൂസ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഫലമ്മ അതാഹ നൂദിയ, അകലെ അദ്ദേഹം കാണാനിടയായ ആ തീ ഉണ്ടാക്കിയ സ്ഥലം, അവിടത്തേക്ക് എത്തിച്ചേർന്നപ്പോ, കുടുംബത്തെ പുറകിലാക്കി അങ്ങോട്ട് പോയതാണ്. അപ്പോ അവിടെ എത്തിച്ചേർന്നപ്പോ ഫലമ്മ അതാഹ, ആ തീയിന്റെ അടുക്കലേക്ക് അദ്ദേഹം എത്തിയപ്പോ നൂദിയ, അവിടെ എത്തിയപ്പോ വിളിക്കപ്പെടുകയാണ്. അദ്ദേഹം ഒരു വിളി കേൾക്കുകയാണ്. അതിങ്ങനെയാണ്, യാ മൂസ, മൂസേ ഇന്നി അന റബ്ബുക, നിശ്ചയമായിട്ടും ഞാനാകുന്നു താങ്കളുടെ രക്ഷിതാവ്, നിന്റെ രക്ഷിതാവ് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു അഭിസംബോധന കേൾക്കാനിടയാവുന്നത്. അള്ളാഹുവിന്റെ നേരിട്ടുള്ള ഭാഷണം എന്ന രീതിയിലാണ് മൂസ അലൈഹി ഇസ്ലാം ഇത് കേൾപ്പിക്കപ്പെടുന്നത്. യാ മൂസ ഇന്നി അന റബ്ബുക, മൂസേ ഞാനാണ് തീർച്ചയായിട്ടും നിന്റെ റബ്ബ്. അപ്പൊ ഇതിനിടക്ക് മലക്കുകളുടെയോ വേറെന്തെങ്കിലും മാധ്യമങ്ങളുടെയോ ഒന്നും സാന്നിധ്യമില്ലാതെ ഒരു ശബ്ദം ഒരു അശരീരിയായിട്ട് കേൾപ്പിക്കപ്പെടുകയാണ്. മൂസ അലൈഹി ഇസ്ലാമിനെ പേര് വിളിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കപ്പെടുന്നു. ഖുർആൻ അതിനെ സ്ഥിരപ്പെടുത്തുന്ന വിധത്തിൽ വേറെ ഒരിടത്ത് വക്കല്ലം അല്ലാഹു മൂസ തക്ലീമ, മൂസായോട് അള്ളാഹു സംസാരിക്കുകയുണ്ടായി എന്ന വിധത്തിൽ ഒരു പരാമർശം കാണാം. അള്ളാഹു ഈ കാര്യം എങ്ങനെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത് എന്നതൊന്നും നമുക്കറിയില്ല. മൂസ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ശബ്ദം തന്റെ പേര് വിളിച്ചുകൊണ്ട് ഒരു കാര്യം പറയപ്പെടുന്നത് കേൾക്കുകയാണ്. മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിനെ കാണുകയുണ്ടായിട്ടില്ല. ഇവിടെ ഒരു ശബ്ദം കേൾപ്പിക്കപ്പെടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഫലമ്മ അതാഹ, അങ്ങനെ ആ തീ കണ്ട ഇടത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നപ്പോ നൂദിയ, അദ്ദേഹം ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി, അല്ലെങ്കിൽ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ വിളിക്കപ്പെട്ടു. യാ മൂസ, മൂസേ ഇന്നി അന റബ്ബുക, തീർച്ചയായിട്ടും നിശ്ചയമായിട്ടും ഞാനാണ് നിന്റെ റബ്ബ്. ഫഖ്ലഅന അലൈക, അതുകൊണ്ട് നിന്റെ പാദരക്ഷ ഊരി വെക്കുക. ഫഖ്ലഅന അലൈക, നിന്റെ ചെരിപ്പുകള് അഴിച്ചു വെക്കുക. ഇതാണ് ഒരു നിർദ്ദേശമായിട്ട് നൽകപ്പെടുന്നത്. ഞാനാണ് നിന്റെ റബ്ബ്, നിന്റെ നാഥൻ, നിന്റെ സൃഷ്ടാവായ നിന്റെ ഉടമസ്ഥൻ ഞാനാണ് നിന്റെ റബ്ബ്. നീ പാദരക്ഷകൾ അഴിച്ചു വെക്കുക. ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ, നിശ്ചയമായിട്ടും നീ ഇപ്പോൾ ഉള്ളത് വിശുദ്ധമായ തുവ താഴ്വരയിലാണ്. തുവ താഴ്വരയിലാണ് മൂസ അലൈഹി ഇസ്ലാം ആ ഘട്ടത്തിലുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. തുവ എന്നത് ആ സിനായി മരുഭൂമിയിലെ തൂർ സൈനാ പർവ്വത പ്രദേശത്തുള്ള ഒരു ഇടത്തിന്റെ, ഒരു പ്രത്യേക സ്ഥലത്തിന്റെ പേരാണ് എന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെടുന്നത്. അങ്ങനെയാണ് അത് മനസ്സിലാക്കപ്പെടുന്നത്. ആ ഇടം വിശുദ്ധമാണ്, മുഖദ്ദസാണ് എന്ന് പറയുന്നതിന് കാരണം എന്താണ് എന്ന് ഖുർആൻ വ്യക്താക്കുന്നില്ല. പക്ഷെ ഈ ചരിത്രപരമായ സംഭവങ്ങൾ അരങ്ങേറിയ ഇടം, മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു വിളിക്കുന്നതായിട്ട് കേൾക്കാൻ സാധിച്ച ആ ശബ്ദം, ആ അശരീരി കേൾക്കാൻ സാധിച്ച ഇടം എന്ന ഒരു കാരണത്താൽ തന്നെ അത് മുഖദ്ദസായ ഒരു ഇടമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് സംഗതിയുണ്ട്.
പണ്ഡിതന്മാർ ഇക്കാര്യത്തില് വ്യത്യസ്തമായ ആംഗിളില് വ്യത്യസ്തമായ വായനകളാണ് നടത്തുന്നത്. അത് വളരെ വിശുദ്ധമായ എന്നേക്കും എക്കാലത്തും വിശുദ്ധിയുള്ള ഒരു സ്ഥലമാണ് എന്ന നിലക്ക് കാണുന്നവരുണ്ട്. ആ കൂടിക്കാഴ്ചയുടെ അല്ലെങ്കിൽ ആ ദൈവിക വിളി കേൾക്കാൻ മൂസ അലൈഹി ഇസ്ലാമിന് അവസരമുണ്ടായ ആ സന്ദർഭം, ആ കാരണത്താൽ ആ ഘട്ടം, ആ സമയം, ആ ഇടം വിശുദ്ധമായതാണ് എന്നൊക്കെയുള്ള നിലക്ക് വ്യത്യസ്തമായിട്ട് വായിക്കുന്നുണ്ട്. എന്തായാലും പ്രാധാന്യമുള്ള ഒരു ഇടമാണ്. മൂസ അലൈഹി ഇസ്ലാം അവിടെ വെച്ചാണ് അള്ളാഹു അദ്ദേഹത്തെ വിളിക്കുന്നതായിട്ട് കേൾക്കാനിടയായത്. എന്നിട്ട് അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിന് ഒരു നിർദ്ദേശം നൽകുകയാണ് ഇവിടെ. ഫഖ്ലഅൻ അലൈക, നീ നിന്റെ പാദരക്ഷകൾ അയച്ചു വെക്കുക എന്ന്. പാദരക്ഷകൾ അയച്ചു വെക്കേണ്ടതിന്റെ കാരണം എന്താണ് എന്നതൊന്നും ഇവിടെ വ്യക്തമാക്കപ്പെടുന്നില്ല. പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ സാന്നിധ്യത്തിൽ ആയതുകൊണ്ട് ആദരസൂചകമായി പാദരക്ഷകൾ അയച്ചു വെക്കുക എന്നതാണ് മനസ്സിലാക്കാൻ കൂടുതൽ പേരും പ്രേരിതരായിട്ടുള്ളത്. ഇതിന്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ടാണ് യഹൂദർക്കിടയിൽ അവരുടെ പ്രാർത്ഥന ഇടങ്ങളിലേക്ക് വരുന്നത് പാദരക്ഷകൾ അയച്ചു വെച്ചുകൊണ്ട് മാത്രമേ പാടുള്ളൂ എന്നൊരു നിയമം അവര് പിന്തുടരുന്നുണ്ട്. അവരുടെ സിനഗോഗുകളിൽ ഒക്കെ കയറുന്നത് പാദരക്ഷകൾ അയച്ചു വെച്ചുകൊണ്ട് വേണം. അത് പഴയ കാലത്ത് തന്നെ ഇപ്പോഴത്തെ മിനുസമുള്ള പരവതാനി വിരിച്ച ഇടങ്ങളിൽ, പ്രാർത്ഥനാ ഇടങ്ങളിലേക്ക് പാദരക്ഷ അയച്ചു വെച്ച് വരുന്ന പോലെയല്ല. പഴയകാലത്ത് നിലം വെറും മണ്ണോ അല്ലെങ്കിൽ ചരൽക്കല്ലുകളൊക്കെ വിരിച്ചതായിരിക്കും. മിനുസപ്പെടുത്തി ഇപ്പോഴത്തെ കല്ല് പതിച്ചതോ അല്ലെങ്കിൽ പരവതാനി വിരിച്ചതോ ഒന്നും ആയിക്കൊള്ളുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു അവസ്ഥയില് പാദരക്ഷകൾ അയച്ചു വെച്ചുകൊണ്ട് ആ പ്രാർത്ഥനാ ഇടങ്ങളിലേക്ക് കയറി വരേണ്ടതുണ്ട്. പ്രാർത്ഥനാ ഇടങ്ങളിലേക്ക് പാദരക്ഷകൾ ധരിച്ചുകൊണ്ട് വരാൻ പാടില്ല എന്നൊരു നിഷ്കർഷത യഹൂദര് പാലിക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ അള്ളാഹു അങ്ങനെ നിയമമാക്കിയ ഒരു കാര്യമല്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സംബന്ധമായിട്ട് ഒരു ഹദീസിൽ വ്യക്തമാക്കുന്നത് യഹൂദർക്കിടയില് അങ്ങനെ ഒരു ശീലം അവര് അനാവശ്യമായി ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് എന്ന നിലക്കാണ്. ഖാലിഫുൽ യഹൂദ ഫഇന്നഹും ലാ യുസല്ലൂന ഫീ നിആലിഹിം വലാ ഖിഫാഫിഹിം എന്നാണ് ആ ഹദീസിന്റെ ടെക്സ്റ്റ്. അതിൽ പറയുന്നത്, നിങ്ങൾ യഹൂദരോട് വ്യത്യസ്തരാവുക, യഹൂദരുടെ ആ രീതി നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക. കാരണം അവര് പാദരക്ഷകൾ അണിഞ്ഞുകൊണ്ട് നമസ്കരിക്കാറില്ല. അതുപോലെ തന്നെ കാലുറകൾ ഹിഫാഫ് ഹുഫ ധരിച്ചുകൊണ്ടും അവര് നമസ്കരിക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾ പാദരക്ഷകൾ അയച്ചു വെച്ചുകൊണ്ട് ഹുഫ അയച്ചു വെച്ചുകൊണ്ട് തന്നെ നമസ്കരിക്കണം എന്ന ഒരു നിഷ്കർഷത പാലിക്കേണ്ടതില്ല എന്നാണ് ഈ ഹദീസിന്റെ ചുരുക്കം. മദീനയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയില് ഈ ആധുനിക കാലഘട്ടത്തിൽ അത് മിനുസമുള്ള തറയൊക്കെ ആക്കി മാറ്റി പരവതാനി വിരിച്ചുകൊണ്ടൊക്കെ ആക്കിയത് പിന്നീടുണ്ടായ മാറ്റങ്ങളാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മണ്ണും ചരൽക്കല്ലുകളും ഒക്കെ ആയിരുന്നു നിലത്തുണ്ടായിരുന്നത്. പള്ളിയിലേക്ക് കയറുമ്പോ പാദരക്ഷകളുടെ അടിഭാഗം ഒന്ന് തട്ടി, അതിൽ വൃത്തികേടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് തട്ടി പോക്കിയിട്ട് പാദരക്ഷകൾ ധരിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് വരുന്ന ഒരു രീതി പിന്തുടരപ്പെട്ടു പോന്നിരുന്നു. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ പാദരക്ഷകൾ അഴിച്ചു വെക്കണം എന്ന നിർബന്ധം ഇല്ല എന്നേ ഉള്ളൂ. പാദരക്ഷകൾ ഇട്ടുകൊണ്ട് തന്നെ നിസ്കരിക്കണം എന്ന നിർദ്ദേശമൊന്നുമില്ല. സൗകര്യം പോലെ ആവശ്യമനുസരിച്ച് ചെയ്യാവുന്നതാണ്. അത് ഇപ്പോഴത്തെ പള്ളികളിലും പരവതാനിയൊക്കെ വിരിച്ച മുസല്ലകളിലൊക്കെ അങ്ങനെ പാദരക്ഷകൾ അണിഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി വരുന്നത് ഏതായാലും
പാടുള്ള ഒരു സംഗതിയല്ല. കാരണം അത് ആ പരിസരവും കാർപ്പറ്റും ഒക്കെ വൃത്തികേടാക്കുന്ന ഒരു സംഗതിയായിരിക്കും. എന്നാൽ ആർക്കെങ്കിലും ഒരു പൊതു ഇടങ്ങളിൽ ഒരു പെരുന്നാൾ നിസ്കാരം പോലെയുള്ള അല്ലെങ്കിൽ മയ്യിത്ത് നിസ്കാരം നടക്കുന്ന പൊതു ഇടങ്ങളിൽ അങ്ങനെ നമസ്കാരത്തിന് വേണ്ടി ഒത്തുചേരുമ്പോൾ പാദരക്ഷകൾ അയച്ചു വെക്കൽ നമസ്കാരത്തിന്റെ സ്വീകാര്യതയ്ക്ക് അനിവാര്യമായ ഒരു കാര്യമല്ല എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. എന്തായാലും കാലുറകൾ ധരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഞാല് ചെരുപ്പുകൾ ധരിച്ചുകൊണ്ടോ പ്രാർത്ഥനക്ക് അള്ളാഹുവിന്റെ മുന്നിൽ വന്നു നിൽക്കുന്നത് വിലക്കുള്ള കാര്യമല്ല എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അത് ഹദീസുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. യഹൂദർക്കിടയിൽ ഒരു പക്ഷേ മൂസ അലൈഹിസ്സലാമിന് അള്ളാഹുവിടെ നൽകിയ നിർദ്ദേശത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടായിരിക്കണം അവര് പ്രാർത്ഥനാ ഇടങ്ങളിലേക്ക് ചെരുപ്പ്, കാലുറകള്, പാദരക്ഷകളൊക്കെ അഴിച്ചു വെച്ചുകൊണ്ട് മാത്രമേ പ്രവേശിക്കുമായിരുന്നുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നാണ് തോന്നുന്നത്. ഇപ്പോ മുസ്ലിം പള്ളികളെ പോലെ തന്നെ അവരുടെ പള്ളികളുടെ അവരുടെ സിനഗോഗുകളിലും ഇതുപോലെയുള്ള നിലത്ത് കല്ല് വിരിച്ച അല്ലെങ്കിൽ പരവതാനി വിരിച്ച ഒരു രീതിയിലാണെങ്കിൽ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ ആണ് സാധിക്കുക. പക്ഷെ അല്ലാത്ത പൊതുസ്ഥലങ്ങളിൽ നിസ്കരിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും. നിലം ഇതിനു വേണ്ടി തയ്യാറാക്കി ഒരുക്കി വെച്ച മിനുസമുള്ള നിലമാക്കി വെച്ച വിധത്തില് ഒന്നും അല്ലാത്ത ഇടങ്ങളില് പൊതു നിസ്കാരങ്ങൾ ഉണ്ടാവുമ്പോൾ പാദരക്ഷകൾ അഴിച്ചു വെക്കല് ഒരു അനിവാര്യതയാണ് എന്ന് ആർക്കും ധാരണ വേണ്ടതില്ല എന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നിർദ്ദേശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ മൂസ അലൈഹി സ്വലാമിന് അള്ളാഹു ഒരു നിർദ്ദേശം നൽകുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, ഇന്നി അന റബ്ബുക ഫഖ്ലഅന അലൈക്. മൂസേ, നിന്റെ റബ്ബാണ് ഞാനാണ് തീർച്ചയായിട്ടും നിന്റെ നാഥൻ. നീ പാദരക്ഷകൾ അഴിച്ചു വെക്കുക. ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ. വിശുദ്ധമായ തുവ താഴ്വരയിലാണ് താങ്കളുള്ളത്. അപ്പോ മൂസ അലൈഹി ഇസ്ലാമിനോട് ഇവിടെ പാദരക്ഷകൾ അഴിച്ചു വെക്കാൻ പറഞ്ഞതിന് ഒരു ആദരവ് കാണിക്കുന്ന ഒരു രീതി എന്നുള്ള നിലക്ക് മനസ്സിലാക്കാം. അതിനപ്പുറത്തേക്കും ചില സാധ്യതകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തുടർന്നുള്ള സംഭവങ്ങളിൽ നിന്ന് അതിന്റെ ചില സൂചനകൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ആ കാര്യം ആ ആയത്ത് വിശദീകരിക്കുന്ന ഘട്ടത്തില് നിങ്ങളുമായി പങ്കുവെക്കും. മൂസ അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തില് പ്രത്യേകമായ ഒരു കാരണം ഉള്ളത് കൊണ്ടാണ് പാദരക്ഷകൾ അയച്ചു വെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പിന്നീടുള്ള സംഭവ വികാസങ്ങളിൽ ഉണ്ട് എന്നതാണ് നമുക്ക് വിശകലനം ചെയ്യാനിരിക്കുന്നത്. അപ്പോ വിശുദ്ധമായ തുവാ താഴ്വരയിലാണ് മൂസേ നീ ഉള്ളത്. പാദരക്ഷകൾ അയച്ചു വെക്കുക. നീ നിന്റെ നാഥനായ നിന്റെ റബ്ബിന്റെ മുന്നിലാണുള്ളത്. വാന അഖ്തർതുക, മാത്രവുമല്ല നിന്നെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. നിന്നെ നമ്മുടെ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൂതനായിട്ട് ആ കാര്യം ഇവിടെ അറിയിക്കപ്പെടുകയാണ്. മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു ഒരു അറിയിപ്പ് നൽകുകയാണ്, അദ്ദേഹത്തെ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന്. പ്രവാചകന്മാരെ അള്ളാഹു മനുഷ്യരുടെ കൂട്ടത്തില് യോഗ്യരായ ആളുകളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുക. ഒരാളും തന്നെ ആഗ്രഹിച്ച് കാത്തിരുന്ന് കൊതിയോടുകൂടി തേടിക്കൊണ്ടിരുന്ന് പ്രവാചകനാവുകയല്ല ചെയ്യുക. അള്ളാഹു മനുഷ്യരുടെ കൂട്ടത്തിലെ ചിലരെ തന്റെ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ നബിയുടെ പേരിനോട് ചേർത്ത് മുസ്തഫ എന്ന് പറയാറുള്ളത്. മുസ്തഫ എന്ന് പറഞ്ഞാൽ മുഖ്താർ എന്ന അതേ അർത്ഥമാണ്.
മുഖ്താർ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, പ്രത്യേകമായിട്ട് ഒരു പേർപ്പസിന് വേണ്ടി, ഒരു ആവശ്യത്തിന് വേണ്ടി സിംഗിൾ ഔട്ട് ചെയ്തെടുത്ത ഒരാള്. അതാണ് മുഖ്താർ എന്ന് പറഞ്ഞാലും മുസ്തഫ എന്ന് പറഞ്ഞാലും ഒക്കെ പദം സൂചിപ്പിക്കുന്നത്. ആ മുഖ്താർ എന്ന വാക്കിന്റെ റൂട്ട് വേർഡാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വാന അഖ്തർതുക, ഞാൻ നിന്നെ ഇഖ്താർ ചെയ്തിരിക്കുന്നു. ഇഖ്താറ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുത്തു, സിംഗിൾ ഔട്ട് ചെയ്തെടുത്തു. ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഒരു സംഗതി അല്ലെ ഒരാളെ നമ്മൾ തെരഞ്ഞെടുത്തു, അതാണ് ഉദ്ദേശിക്കുന്നത്. വാന അഖ്തർതുക, അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് മുഖ്താർ ആവുന്നത്. അപ്പോ ഫസ്തമിഅ ലിമാ യൂഹ, ദിവ്യബോധനം താങ്കൾക്ക് നൽകപ്പെടാൻ പോകുന്ന ഈ വെളിപ്പാട് ശ്രദ്ധിച്ച് കേൾക്കുക. ഇതാണ് നിർദ്ദേശം. പാദരക്ഷകൾ അയച്ചു വെക്കാൻ പറഞ്ഞ് മൂസ അലൈഹി ഇസ്ലാമിനോട് അദ്ദേഹത്തെ അള്ളാഹുവിന്റെ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവാചകനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നത് അറിയിച്ചതിന് ശേഷം പറയുന്നത് ഫസ്തമിയാണ്, നീ ശ്രദ്ധിച്ച് കേൾക്ക്. ലിമാ യൂഹ, വെളിപാട് ആയിട്ട് നൽകപ്പെടുന്ന ഈ കാര്യങ്ങൾ. തുടർന്ന് ചില കാര്യങ്ങൾ മൂസ അലൈഹി ഇസ്ലാമിനെ കേൾപ്പിക്കുകയാണ്. അപ്പൊ മൂസ അലൈഹി ഇസ്ലാമിന് വെളിപാടിലൂടെ കേൾപ്പിക്കപ്പെടാൻ പോകുന്ന സംഗതികളെ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം നിന്നെ നാം ദൂതനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. വളരെ കൃത്യതയോടുകൂടി മൂസ അലൈഹി ഇസ്ലാമിന് യാതൊരു വിധത്തിലുള്ള ആശയക്കുഴപ്പവുമില്ലാതെ ഇവിടുന്ന് അങ്ങോട്ട് താൻ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്, എന്ത് ദൗത്യം നിർവഹിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത് തുടങ്ങിയ കാര്യത്തില് വളരെ കൃത്യമായ ഒരു അറിയിപ്പ് നൽകുന്ന വിധത്തിലാണ് ഇവിടെ അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിനോട് സംസാരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അന അഖ്തർതുക, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഫസ്തമിഅ ലിമാ യൂഹ, അതുകൊണ്ട് വഹിയായിട്ട് ഇപ്പോ നിനക്ക് നൽകപ്പെടുന്ന ഈ കാര്യങ്ങള് നീ ശ്രദ്ധാപൂർവം കേൾക്കുക. ഇസ്തിമാ എന്ന് പറഞ്ഞാല് ശ്രദ്ധയോടുകൂടി കേൾക്കുക, ലിസ്ണിംഗ് ആണ്. ഇന്നനി അനല്ലാഹു, നിശ്ചയമായിട്ടും ഞാനാകുന്നു അള്ളാഹു. അള്ളാഹു സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് മൂസ അലൈഹി ഇസ്ലാം. ഇന്നനി അനല്ലാഹു, മൂസ അലൈഹി ഇസ്ലാമിന് ഒരു ഉൾവിളി ആയിട്ട് അങ്ങനെ ഒരു ആശയം മനസ്സിലുണ്ടാകും. ഏത് മനുഷ്യനും ദൈവം എന്ന സൃഷ്ടാവ് എന്ന നാഥൻ എന്ന ഒരു ധാരണ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഉൾവിളിയായിട്ട് ഒക്കെ അനുഭവപ്പെടും. അങ്ങനെ അള്ളാഹു എന്ന ബോധം, ദൈവം എന്ന ബോധം, തനിക്കൊരു സൃഷ്ടാവുണ്ട് എന്നൊരു ബോധം ജന്മസിദ്ധമായിട്ട് തന്നെ എല്ലാവരിലും കാണും. അത് ചിലര് അതിനെ കെടുത്തിക്കളയും, ചിലര് അതിനെ പരിപോഷിപ്പിച്ച് തനിക്കുള്ള വലിയൊരു കരുത്താക്കി മാറ്റും. അത് രണ്ട് നിലപാടുകളാണ്. ഇവിടെ അള്ളാഹു ആ ധാരണയെ ആ മൂസ അലൈഹി ഇസ്ലാമിന്റെ മറ്റാരുടെയും പോലെ മനസ്സിലുള്ള നോഷനെ സ്ഥാപിക്കുന്ന വിധത്തിലാണ്, അറിയുന്നതാണ് നേരത്തെ എന്നത് വെച്ചുകൊണ്ട് തന്നെ പരിചയപ്പെടുത്തുകയാണ്. ഇന്നനിയാനല്ല, ഞാനാണ് തീർച്ചയായിട്ടും അള്ളാഹു. ലാ ഇലാഹ ഇല്ല അന, ഞാനല്ലാത്തൊരു ആരാധ്യനുമില്ല, ഞാൻ മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടവനായിട്ടുള്ളത്. ഞാനാണ് അള്ളാഹു, ഞാനാണ് പ്രപഞ്ചങ്ങളുടെ നാഥൻ. ഈ വിധത്തിലാണ് മൂസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു സ്വയം പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് പറയുന്നത് ഫഅ്ബുദ്നി, അതുകൊണ്ട് നീ എനിക്ക് ഇബാദത്ത് ചെയ്യുക. ഫഅ്ബുദ്നി, ഒരു സൃഷ്ടി അല്ലെങ്കിൽ അബ്ദ്, അള്ളാഹുവിന്റെ ഒരു അടിമ, അള്ളാഹുവിനോട് വെച്ചു പുലർത്തേണ്ട ഒരു ബന്ധത്തിന്റെ പേരാണ് ഇബാദത്ത് എന്നത്. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഞാൻ ആരാണ്? അള്ളാഹുവിന്റെ അബ്ദാണ്. എനിക്ക് അള്ളാഹുമായുള്ള ബന്ധം എന്താണ്? ഇബാദത്തിന്റെ ബന്ധമാണ്. ഞാൻ അവനെ എന്റെ റബ്ബായിട്ട് അംഗീകരിക്കുന്നു, അവനെ ആരാധിക്കുന്നു, അവന് വിധേയപ്പെടുന്നു, അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്നു. ഇതൊക്കെയാണ് ഞാനും അള്ളാഹും തമ്മിലുള്ള ബന്ധം. ഈ ബന്ധം ജീവിതത്തില് പുലർത്താനാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്നത്. അതിൽ ആരാധനയുണ്ട്,
അള്ളാഹുവിനോടുള്ള നിലപാടുണ്ട്, അള്ളാഹുവിനെ ഏത് വിധത്തില് അംഗീകരിച്ചുകൊണ്ട് തന്റെ രക്ഷിതാവായിട്ട് തന്റെ റബ്ബായിട്ട് സ്വീകരിക്കുന്നു എന്നതൊക്കെ അടങ്ങിയിട്ടുണ്ട്. ആ ആറ്റിറ്റ്യൂഡും ആക്ഷനും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഇബാദത്ത് എന്നത് കാണാൻ സാധിക്കും. ഫഅ്ബുദ്നി, അതുകൊണ്ട് നീ എനിക്ക് ഇബാദത്ത് ചെയ്യുക. നീ എനിക്ക് ഇബാദത്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മള് ഈ അനുഷ്ഠാനങ്ങളുടെ ഒരു കർമ്മശാസ്ത്ര പശ്ചാത്തലത്തിൽ മാത്രം നിന്നുകൊണ്ട് ആ പദത്തിനെ മനസ്സിലാക്കേണ്ടതില്ല. അത് അള്ളാഹുവിനോടുള്ള ഒരു നിലപാടാണ്. അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കലാണ്. അവന്റെ വിധി നിർദ്ദേശങ്ങളെ വകവെച്ചുകൊണ്ട് അതിന് വഴിപ്പെട്ടുകൊണ്ടുള്ള ഒരു മനസ്സ് രൂപപ്പെടുത്തലാണ്. അതേപോലെ തന്നെ നമ്മൾ കർമ്മശാസ്ത്രത്തിൽ പഠിക്കുന്ന ആരാധനകളൊക്കെയും അടങ്ങുന്നതാണ്. അപ്പൊ ഇതാണ് അള്ളാഹുവിനുള്ള അള്ളാഹുവിന്റെ അബ്ദായിക്കൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരാളുടെ ഒരു പൊസിഷൻ. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവോട് ആവശ്യപ്പെടുന്നത് ഫഅ്ബുദ്നി, നീ എനിക്ക് ഇബാദത്ത് ചെയ്യുക. ഈ വാക്ക് മലയാളത്തിൽ പറയുന്നത് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാവാൻ കാരണമാകും. അതിനേക്കാൾ എളുപ്പമുള്ള രീതി ഇബാദത്ത് ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ്. അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അള്ളാഹുവിനോടുള്ള നിലപാട് എന്താണ്, അള്ളാഹുവിനെ എങ്ങനെ നമ്മൾ നോക്കിക്കാണുന്നു, അള്ളാഹുവിനോടുള്ള നമ്മളുടെ റിലേഷൻഷിപ്പ് എന്താണ്, അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു, ഇതൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത് പ്രഖ്യാപിക്കുന്ന, അത് പ്രകടിപ്പിക്കുന്ന ആരാധനാ കർമ്മങ്ങളും അതിൽ ഊന്നലോടുകൂടി വരുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഫഅ്ബുദ്നി, നീ എനിക്ക് ഇബാദത്ത് ചെയ്യുക. വ അഖ്മി സ്വലാത്ത ലിദിക്രി, എന്നിട്ട് അള്ളാഹു പറയുന്നത് വ അഖ്മി സ്വലാത്ത, നീ നമസ്കാരം സ്വലാത്ത് നിർവഹിക്കുക. ലിദിക്രി, എന്നെ സ്മരിക്കുന്നതിന് വേണ്ടി. മനുഷ്യന്റെ ഒരു ബാധ്യതയായിട്ട്, ഒരു ഉത്തരവാദിത്തമായിട്ട് അള്ളാഹു ചുമതലപ്പെടുത്തുന്ന ഒരു കാര്യം അള്ളാഹുവിനെ നിരന്തരമായി സ്മരിച്ചുകൊണ്ടിരിക്കണം എന്നതാണ്. അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം മനുഷ്യന് സംഗതമായതല്ല. മറിച്ച് അള്ളാഹുവിനെ അള്ളാഹു പഠിപ്പിച്ച വിധത്തിൽ തന്നെ അത് ഇഖാമത്ത് സ്വലാത്ത് നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്മരണയിലായിരിക്കേണ്ടതുണ്ട്. അഖ്മി സ്വലാത്ത് ലിദിക്രി, എന്നെ സ്മരിക്കുന്നതിന് വേണ്ടി നമസ്കാരം നിർവഹിക്കുക, സ്വലാത്ത് നിർവഹിക്കുക. സ്വലാത്ത് എന്ന വാക്ക് ഞാൻ പലപ്പോഴും വിശദീകരിച്ചിട്ടുള്ളതാണ്. പല വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ്. അതിന്റെ റൂട്ട് മീനിങ് അള്ളാഹുവിനോട് ഭക്തി ആദരവുകളോടുകൂടിയുള്ള അഭിവാദനം ചെയ്യുക എന്ന ഒരു ആശയം അതിൽ അടിസ്ഥാനപരമായിട്ട് അടങ്ങിയിട്ടുണ്ട്. എല്ലാ പ്രയോഗങ്ങളിലും ഈ സൂചന വരുന്നില്ല. എന്നാൽ ഒരു സല്യൂട്ടേഷൻ എന്ന ഒരു വിധത്തിലുള്ള ഒരു ഭക്തി ആദരവ് കാണിക്കുന്ന, അല്ലെങ്കിൽ ആദരവും ബഹുമാനവും ഒക്കെ കാണിക്കുന്ന ഒരു ശരീരത്തിന്റെ ചേഷ്ട അല്ലെങ്കിൽ ആംഗ്യം അതില് സൂചിതമാണ്. അപ്പോ അള്ളാഹുവിടെ നിർദ്ദേശിക്കുന്നത് അഖ്മി സ്വലാത്ത് ലിദിക്രി, നമസ്കാരം എന്തിനു വേണ്ടി നിർവഹിക്കപ്പെടുന്നു എന്നതിനുള്ള ഒരു ഉത്തരം ഈ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ സ്മരണക്ക് വേണ്ടിയാണ്, അള്ളാഹുവിനെ നിരന്തരമായിട്ട് സ്മരിച്ചുകൊണ്ടിരിക്കുന്നതിന് വേണ്ടിയാണ്. ജീവിത വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ട പല എൻഗേജ്മെന്റ്സിലേക്കും കടക്കുന്ന ആളുകൾ നിരന്തരമായി അത്തരം പ്രയത്നങ്ങളിലും പ്രവർത്തനങ്ങളിലും ഡിസ്ട്രാക്ഷൻസിലും ഒക്കെ കഴിയുന്നവരെ വീണ്ടും ഒരു സമയനിഷ്ഠ അനുസരിച്ച് അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഒരു ഇബാദത്താണ് സ്വലാത്ത് എന്ന് പറയുന്നത്, നമസ്കാരം എന്ന് പറയുന്നത്. നമസ്കാരം അള്ളാഹുവിന്റെ മുന്നിൽ ഓരോരുത്തരും വന്നു നിന്നുകൊണ്ട് താൻ അള്ളാഹുവിന്റെ ദാസനാണ് എന്ന് പ്രഖ്യാപിക്കലാണല്ലോ അടിസ്ഥാനപരമായിട്ട്. ഞാൻ നിന്റെ മുന്നിൽ എന്റെ ശിരസിനെ, എന്റെ മുഖത്തെ ഇതാ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നമസ്കാരത്തിലെ അദ്കാറുകളും പ്രാർത്ഥനകളും ഒക്കെ തുടങ്ങുന്നത് തന്നെ. വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫത്റ സമാവാതി വൽ അർള്, ആകാശങ്ങളെയും ഭൂമിയെയും രൂപകൽപ്പന ചെയ്ത അള്ളാഹുവിന്റെ മുന്നിലിതാ, അല്ലെങ്കിൽ അള്ളാഹുവിനായിട്ട് ഞാൻ എൻ്റെ മുഖത്തെ
തിരിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനുള്ള വിധേയപ്പെടലിന്റെയും അടിമപ്പെടലിന്റെയും പൂർണ്ണമായിട്ട് അവനെ അനുസരിക്കാനുള്ള സന്നദ്ധതയുടെയും ഒക്കെ ഒരു പ്രഖ്യാപനമാണ് യഥാർത്ഥത്തില് നമസ്കാരം. അതില് നമ്മളുടെ ആവശ്യങ്ങള്, നമ്മളുടെ തേട്ടങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം അടിസ്ഥാനപരമായിട്ട് ഞാൻ അള്ളാഹുവിന്റെ അബ്ദാണ് എന്ന് ഏറ്റുപറയൽ, സ്വയം ബോധ്യപ്പെട്ടുകൊണ്ട് ഏറ്റുപറയലാണ് നമസ്കാരം. അത് മറന്നു പോകാൻ പാടില്ല. ഞാൻ അള്ളാഹുവിന്റെ അബ്ദാണ് എന്ന ബോധം ഒരിക്കലും തന്നെ ഒരാൾക്കും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതിനു വേണ്ടിയാണ് നമസ്കാരത്തെ അള്ളാഹു ക്രമപ്പെടുത്തിയിട്ടുള്ളത്. മനുഷ്യൻ പല ആലോചനകളിലും പല ജീവിത വ്യവഹാരങ്ങളിലും വ്യാപാരങ്ങളിലും ഒക്കെ ആയിട്ട് അത് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ആ വിസ്മൃതിയിലേക്ക് മനുഷ്യൻ വീഴാതിരിക്കാനാണ് കൃത്യമായി സമയക്രമം വെച്ചുകൊണ്ട് സ്വലാത്ത് നിർവഹിക്കാൻ നമ്മൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. മൂസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു ഇവിടെ നിർദ്ദേശിക്കുന്ന ഫഅ്ബുദ്നി, നീ എനിക്ക് ഇബാദത്ത് ചെയ്യുക, എനിക്ക് അടിമപ്പെട്ടുകൊണ്ട് നീ സ്വലാത്ത് നിർവഹിക്കുക. അത് എന്നെ സ്മരിക്കുന്നതിന് വേണ്ടിയാണ്. വദ്കുറൂനി അദ്കുറുക്കും എന്ന് വിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് കാണാം. നിങ്ങൾ എന്നെ സ്മരിക്കുക, ഞാൻ നിങ്ങളെയും സ്മരിക്കാം എന്ന്. അള്ളാഹു നമ്മളെ വിസ്മരിക്കാതെ, അങ്ങനെ ഒരു സംഗതി അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വിസ്മൃതി എന്നൊരു കാര്യമില്ല. പക്ഷെ അവഗണിക്കാൻ ഇടയുണ്ട്. അള്ളാഹു നമ്മെ അവഗണിക്കാതിരിക്കാൻ വേണ്ടി, അള്ളാഹു നമ്മളെ ഓർക്കുന്നവനാകാൻ വേണ്ടി നമ്മൾ അവനെ ഓർക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്നതും അള്ളാഹു നമ്മെ ഓർക്കുന്നതും ഒരേപോലെയുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അതിലൊരു ബന്ധം വളരെ കൃത്യമായിട്ട് നിർണയിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിനെ നമ്മുടെ സ്മൃതി പദത്തിൽ നിന്ന് പോകാനിടയാകുന്ന വിധത്തിൽ നമ്മൾ മറ്റു പലതിന്റെയും മറ്റു പല പ്രതിഭാസങ്ങളാലും കീഴടക്കപ്പെടാതെ പോകാൻ നിരന്തരമായി അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു ജീവിത ചര്യ നമ്മളിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതാണ് നമസ്കാരം. അതാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. ഇന്ന സഅത ആതിയത്തുൻ. എന്നിട്ട് അള്ളാഹു തുറന്നു പറയും, നിശ്ചയമായിട്ടും അന്ത്യസമയം വരും. അന്ത്യസമയം അടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന സഅത ആതിയത്തുൻ. എന്തിനാണ്? അകാദു ഉഖ്ഫിയ. ആ അന്ത്യസമയം എപ്പോഴാണ് സംഭവിക്കുക എന്നത് ഞാൻ മറച്ചു വെച്ചിരിക്കുകയാണ്. ഞാനത് മറച്ചു വെച്ചുകൊണ്ടേയിരിക്കും. എന്തിനാണ്? ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്അ. ഓരോ വ്യക്തിക്കും അയാളുടെ പ്രയത്നത്തിന് ഉചിതമായ, പ്രയത്നത്തിന് അനുയോജ്യമായ പ്രതിഫലം നൽകപ്പെടുന്നതിന് വേണ്ടിയാണ് സാഴത്ത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷെ അതിന്റെ സമയം എപ്പോഴാണ് സാഴത്ത് സംഭവിക്കുക എന്നത് ഞാൻ മറച്ചു വെച്ചിരിക്കുകയാണ്. ഞാനത് മറച്ചു വെച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ താല്പര്യം പ്രയത്നങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഒരു നിമിഷവും പാഴാവാത്ത വിധത്തില് അള്ളാഹുവിന്റെ ജസാഇന് വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കാൻ അവസരമുണ്ടാകുന്നതിന് വേണ്ടിയാണ് സാഴത്തിന്റെ സമയം ഞാൻ വെളിപ്പെടുത്താതെ മറച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സാഴത്ത് തീർച്ചയായിട്ടും വരും, അത് ആഗതമാകും, അത് വന്നെത്തി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. പക്ഷെ അത് എപ്പോ നമുക്ക് അനുഭവപ്പെടും എന്നത് അള്ളാഹു മറച്ചു വെച്ചിരിക്കുകയാണ്. ഈ സാഴത്തിന്റെ ഒരു സംവിധാനത്തെ അള്ളാഹു നിശ്ചയിച്ചത് തന്നെ അള്ളാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രയത്നങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അവരുടെ പ്രയത്നങ്ങൾക്ക് യോജിച്ച വിധത്തിലുള്ള പ്രതിഫലം നൽകപ്പെടുന്നതിന് വേണ്ടിയാണ് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. അവർക്ക് സാഴത്ത് എന്നൊരു പ്രതിഭാസം ഉണ്ടെങ്കിലാണ് മത്സരബുദ്ധിയോടുകൂടി പ്രയത്നങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുന്നതും അതിനുവേണ്ടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാൻ കഴിയുന്നതും. അതുകൊണ്ട് ഫലായസുദ്ധന്നക, താങ്കളെ ഈ വിചാരത്തിൽ നിന്ന് തടയാൻ പാടില്ല. ഈ സാഴത്തുണ്ട്, ഒരു അന്ത്യസമയം വരാനിരിക്കുന്നു, ഒരു പാരത്രിക ജീവിതമുണ്ട്, ഒരു പുനരുത്ഥാനമുണ്ട്, ഒരു വിചാരണയുടെ അവസരം വരാൻ പോകുന്നു. ഇത്തരം ചിന്തകൾ, ഇത്തരം വിചാരങ്ങളിൽ നിന്ന് താങ്കളെ തടയാൻ പാടില്ല. മല്ലാ യുഅ്മിനു ബിഹ, ഇതിൽ വിശ്വാസമില്ലാത്ത ഒരുവൻ, വത്തബഅ ഹവാഹു,
അവന്റെ ഇച്ഛകളെ പിന്തുടർന്ന് പോവുകയും ചെയ്യുന്ന ഒരുത്തൻ താങ്കളെ സാഴത്തിനെ കുറിച്ചുള്ള വിചാരങ്ങളിൽ നിന്ന് തടയാൻ പാടില്ല. അപ്പോ സ്വയം രക്ഷ നേടണം അതിൽ നിന്ന്. അത് അള്ളാഹുവിലോ ഈ അന്ത്യസമയം സംഭവിക്കുമെന്ന കാര്യത്തിലോ വിശ്വാസം ഇല്ലാതെ സ്വന്തം ഇച്ഛകളെ പിൻപറ്റുന്ന, സ്വന്തം ഹവായെ പിൻപറ്റിക്കൊണ്ട് പോകുന്ന ചില ആളുകളുണ്ട്. അത്തരം ആളുകളുടെ ആ ചിന്താശൂന്യത ഈ സാഴത്തിനെ കുറിച്ചുള്ള ബോധം നിലനിർത്തുന്നതിൽ നിന്ന് താങ്കളെ തടയാൻ പാടില്ല എന്നാണ് അള്ളാഹു കൂടെ നിർദ്ദേശിക്കുന്നത്. ജാഗ്രത വേണം. ആളുകള് പല നിലപാടുകാരൊക്കെയാണ്. ചിലര് അന്ത്യസമയം എന്നൊരു കാര്യമേ ഇല്ല എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, അങ്ങനെ സ്വന്തം ഇച്ഛകളെ, മനസ്സ് തോന്നുന്ന ഓരോ തോന്നലുകളെയാണ് അവർ ജീവിതത്തിന്റെ മാർഗദർശനമായിട്ട് കാണുക. അങ്ങനെ ജീവിക്കുന്ന ആളുകൾ നമുക്കൊക്കെ ചുറ്റുമായിട്ട് ധാരാളമുണ്ട്. അവരുമായി ചങ്ങാത്തമുണ്ടാകുമ്പോ, അവരുമായി സദസ്സും വേദിയും ഒക്കെ പങ്കിടുമ്പോ, അവരുമായി ജീവിതയാത്ര നിർവഹിക്കുമ്പോ നമുക്ക് നല്ല ജാഗ്രത വേണം. അവര് നമ്മളെ ആഖിറത്തിനെ കുറിച്ചുള്ള, സാഴത്തിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് തടയാൻ വലിയ സാധ്യതയുണ്ട്. ഇപ്പൊ ക്യാമ്പസുകളിൽ, കോളേജുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ദീനിയായ ജീവിതം നയിച്ചിരുന്ന ആളുകൾ പലരും ഇത്തരം പലരുടെയും കൂട്ടുകെട്ടുകളിലേക്ക് ചെന്ന് ചാടിയിട്ട് പിന്നെ അള്ളാഹുവിനെ സ്മരിക്കുന്ന ഏർപ്പാടില്ല, ആഖിറത്തിനെ കുറിച്ചോ സാഴത്തിനെ കുറിച്ചോ ഉള്ള ആലോചനയില്ല. അവര് ഈ മടയന്മാരെ പോലെ സ്വന്തം ഹവയെ, സ്വന്തം അടിസ്ഥാനരഹിതമായ തോന്നലുകളെ പിൻപറ്റി അങ്ങനെ പോകുന്നവരായിട്ട് നമുക്ക് എത്രയോ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ട ഈ താക്കീത് എല്ലാവർക്കും വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. ഫലാ യസുദ്ദന്നക, മൂസ അലൈഹി ഇസ്ലാമിനോട് പറയുന്നത് താങ്കളെ തടയാതിരിക്കട്ടെ. അൻഹ, ഈ സാഴത്തിനെ കുറിച്ചുള്ള ആലോചനയിൽ നിന്ന്, ചിന്തയിൽ നിന്ന്, അതിനെക്കുറിച്ചുള്ള ഒരു ബോധം നിലനിർത്തുന്നതിൽ നിന്ന് താങ്കളെ തടയാതിരിക്കട്ടെ. ആരാണ്? മല്ലായുമിനു ബിഹ, അങ്ങനെ ഒരു സാഴത്തുണ്ട് എന്ന് വിശ്വസിക്കാത്ത ഒരുത്തൻ. എന്നിട്ട് അവനെന്താ ചെയ്യുന്നത്? വത്തബഅഹവാഹു, എന്നിട്ട് അവൻ അള്ളാഹുവിന്റെ മാർഗദർശനം അനുസരിച്ചൊന്നും അല്ല ജീവിക്കുന്നത്. സ്വന്തം വിചാരങ്ങളെയും തോന്നലുകളെയും ഭാവന സങ്കല്പങ്ങളെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു പോക്ക് അവൻ അങ്ങനെ പോകും. അങ്ങനെ പോകുന്ന ഒരുപാട് മടയന്മാര് നിങ്ങളുടെ ചുറ്റുപാടിലൊക്കെ ഉണ്ടാകും. അവര് പക്ഷേ നിങ്ങളെ സാഴത്തിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നതിൽ നിന്ന് തടയാൻ പാടില്ല എന്നാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാമിനോട് പറയുന്നത് അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, ആഖിറത്തിൽ വിശ്വാസമില്ലാത്ത, സാഴത്തിനെ കുറിച്ച് ബോധമില്ലാത്ത ചില ആളുകളുണ്ട്. അവര് സ്വന്തം ഇച്ഛകളെ പിൻപറ്റി അങ്ങനെ പോവുകയാണ്. അവർക്ക് മാർഗദർശനമായിട്ട് ശരി ഏത്, തെറ്റേത്, നന്മ ഏത്, തിന്മ ഏത്, നീതി ഏത്, അനീതി ഏത് എന്നൊന്നും ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു മാർഗദർശനം അവരുടെ കയ്യിലില്ല. പിന്നെ അവരെന്താണ് ഫോളോ ചെയ്യുന്നത്? ഓ, സത്യമൊക്കെ മരിച്ചു പോയടോ, നമുക്ക് സ്വന്തം തോന്നലുകളെ പിൻപറ്റാം, ഓരോരുത്തർക്കും സ്വന്തം മനസ്സിൽ തോന്നുന്നതാണല്ലോ സത്യം എന്നൊക്കെയാണ് അവർ പറയുന്നത്. നമുക്ക് നമ്മുടെ സത്യം, നമ്മുടെ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ബോധ്യമാണ് നമ്മുടെ സത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് പൂർണ്ണമായിട്ട് വഴികേടിലേക്ക് പോകുന്ന നമുക്ക് കാണാൻ കഴിയും. ദൈവികമായ മാർഗദർശനം അവര് സ്വീകരിച്ചിട്ടുണ്ടാവില്ല. ആഖിറത്തിനെ കുറിച്ചോ സാഴത്തിനെ കുറിച്ചോ അവർക്ക് ബോധം ഉണ്ടാവില്ല. എന്നിട്ട് അവര് സ്വയം ഹവയെ പിൻപറ്റുന്നവരായി മാറിയിട്ടുണ്ടാവും. അത്തരം ആളുകൾ താങ്കളെ ഈ സാഴത്തിനെ കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് തടയാതിരിക്കട്ടെ എന്നാണ് ഇവിടെ ഒരു ഇൻഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് നൽകുന്നത്. ഫതർദ, എന്താണ് അതുകൊണ്ട് ഉണ്ടാവാൻ പോണത്? അങ്ങനെ ഉണ്ടായാൽ ഈ സാഴത്തിൽ വിശ്വാസമില്ലാത്ത, ഹവയെ പിൻപറ്റുന്ന ഈ മടയന്മാരെ താങ്കൾ പിൻപറ്റുകയാണെങ്കിൽ താങ്കൾ നശിച്ചു പോകും. അത് തന്നെ ഫതർദ, അത് താങ്കളുടെ നാശമാണ് വിളിച്ചു വരുത്തുന്നത്. അതുകൊണ്ട് അത് താങ്കളെ നാശകർത്തത്തിലേക്കാണ് എത്തിക്കാൻ പോകുന്നത്, നരകത്തിലേക്കാണ് എത്തിക്കാൻ പോകുന്നത്. അപ്പൊ സാഴത്തിനെ കുറിച്ച് വിശ്വാസമില്ലാത്ത, സ്വന്തം ഹവയെ പിൻപറ്റാം, അതാണ് ശരിയായ വഴി എന്ന് കരുതുന്ന ആളുകൾ താങ്കളെ വഴിപഴപ്പിക്കാൻ പാടില്ല, തടയാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ സാഴത്തിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന്
അത്തരം ആളുകൾ താങ്കളെ തടയുന്നുവെങ്കിൽ ഫതർദ, അത് താങ്കളുടെ നാശത്തിന് കാരണമാക്കും. താങ്കൾ നശിച്ചു പോകും. അത് കാരണമായിട്ട് നശിച്ചു പോവുക എന്ന് പറഞ്ഞാൽ മരിച്ചു പോവുക എന്നല്ല. ഇവിടെ മരണത്തിന് ശേഷവും ഏറ്റവും വലിയൊരു നാശം ഏറ്റുവാങ്ങാനുണ്ട്. അത് നരകപ്രവേശമാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം ആ നരകത്തിന്റെ നാശകർത്തത്തിലേക്ക് താങ്കൾ എത്താൻ അത് കാരണമാക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മൂസ അലൈഹി ഇസ്ലാമിന്റെ മദീനയിൽ നിന്നുള്ള യാത്രാമധ്യേ അള്ളാഹു അദ്ദേഹത്തോട് സംസാരിച്ച ആ സംഭവമാണ് ഇവിടെ വിവരിക്കപ്പെട്ടിട്ടുള്ളത്. ആ സംസാരത്തിന്റെ പ്രക്രിയ ഇവിടെ അവസാനിക്കുന്നില്ല. ചില കാര്യങ്ങൾ കൂടി തുടർന്നുള്ള ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പൈശാചികതകളിൽ നിന്നും സാഴത്തിൽ വിശ്വാസമില്ലാത്ത ഹവയെ പിൻപറ്റുന്ന മടയന്മാരുടെ സ്വാധീനത്തിൽ നിന്നുമൊക്കെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.